ഹായ് സ്റ്റുഡൻസ്, കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ MDC മാത്തമാറ്റിക്സിന് നമുക്ക് 11 ചാപ്റ്ററാണുള്ളത്. ഓരോ ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ചോദ്യം വീതം, അങ്ങനെ 33 ചോദ്യമാണ് ഇവിടെ പെട്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസ് പഠിക്കുക, നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും. പക്ഷേ നമുക്ക് MDC മാത്സിനകത്ത് ഒരുപാട് ഷോർട്ട് ട്രിക്കുകൾ പഠിക്കാനുണ്ട്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഓരോ ഷോർട്ട് കട്ടിൻ്റെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ LCM ആൻഡ് HCF ഓഫ് ഫ്രാക്ഷൻ 2/5, 3/10, 6/25. അപ്പം ഒരു കുറേ ഫ്രാക്ഷനുകളുടെ LCM എന്ന് വെച്ചാൽ LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്ററാണ്. നമ്മുടെ ചോദ്യം എന്താണോ അത് വേണം മേളിൽ. LCM ആണെങ്കിൽ LCM ഓഫ് ന്യൂമറേറ്റർ ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. ഇനി HCF ആ ചോദിക്കുന്നതെങ്കിൽ HCF ഓഫ് ന്യൂമറേറ്റർ ബൈ LCM ഓഫ് ഡിനോമിനേറ്റർ. അപ്പോൾ ഇവിടെ 2ഉം 3ഉം 6ഉം ആണ് ന്യൂമറേറ്റർ. അപ്പോൾ 2ൻ്റെയും 3യുടെയും 6ൻ്റെ LCM HCFും കാണാൻ അറിയാമല്ലോ. അത് 2ൻ്റെയും 3യുടെയും 6ൻ്റെ LCM 6 ആണ്. HCF 5, 10, 25 അത് 5 ആണ്. അപ്പോൾ 6/5 ആണ് LCM. ഇനി HCF എന്ന് പറയുന്നത് 2, 3, 6ൻ്റെ HCF ബൈ 5, 10, 25ൻ്റെ LCM അത് 1/50 ആണ്. അപ്പം 2 നമ്പർ അല്ലെങ്കിൽ 3 നമ്പറിൻ്റെ LCM കാണുന്നതും HCF കാണുന്നതും പഠിച്ചു വെക്കുക. അപ്പോൾ ഫ്രാക്ഷൻ്റെ LCM HCFും കാണാൻ പഠിച്ചല്ലോ. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ ബോത്ത് 3 ആൻഡ് 4. അപ്പം നമ്മൾ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ ഏതാ? 1000. ഇനി ഡിവിസിബിൾ ബൈ ബോത്ത് 3 ആൻഡ് 4 എന്ന് വെച്ചാൽ LCM ഓഫ് 3 ആൻഡ് 4 ചെയ്യുക, അത് 12 ആണ്. അപ്പോൾ ഈ 1000നെ 12 കൊണ്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യൻ്റ് 83ഉം റിമൈൻഡർ 4ഉം ആണ്. ഇഫ് ദ റിമൈൻഡർ ഈസ് 0 ദെൻ ദ 1000 ഈസ് ഡിവിസിബിൾ ബൈ ബോത്ത് 3 ബട്ട് ദ റിമൈൻഡർ ഈസ് 4. അപ്പോൾ 4ൻ്റെ കൂടെ എത്ര കൂടെ കൂട്ടുമ്പോഴാണ് 12 കിട്ടുന്നത്? 8 കൂടെ കൂട്ടുമ്പോഴാണ്. അപ്പോൾ 1000ൻ്റെ കൂടെ 8 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 1008 ആൻസർ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ 1000 ചെയ്തപ്പോൾ റിമൈൻഡർ 4 അപ്പോൾ 1000ൽ നിന്ന് 4 കുറയ്ക്കുക. അപ്പോൾ 996. അതിൻ്റെ കൂടെ 12 കൂടെ ആഡ് ചെയ്യുമ്പോൾ 1008 കിട്ടുന്നത്. ഇനി നമുക്ക് ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ ബോത്ത് 3 ആൻഡ് 4 എന്ന് വെച്ചാൽ, ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് ചോദിച്ചാൽ നമ്മൾ സ്മോളസ്റ്റ് 4 ഡിജിറ്റ് നമ്പർ എഴുതുക. ലാർജസ്റ്റ് 4 ഡിജിറ്റ് എന്ന് ചോദിച്ചാൽ സ്മോളസ്റ്റ് 5 ഡിജിറ്റ് ഇതുപോലെ എഴുതുക. എന്നിട്ട് റിമൈൻഡർ കിട്ടുക. ആ റിമൈൻഡർ മൈനസ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ലാർജസ്റ്റ് 3 ഡിജിറ്റ് ആണെങ്കിൽ 4 ഡിജിറ്റ് സ്മോളസ്റ്റ് നമ്പർ 1000 ഇതുപോലെ ചെയ്ത് 4 ഡിവൈഡ് മൈനസ് ചെയ്യുമ്പോൾ 996 അത് 3 ഡിജിറ്റ് നമ്പറായിട്ട് കിട്ടിയില്ലയോ? ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തത് 2 നമ്പേഴ്സ്, 2 കൂടുതൽ നമ്പേഴ്സ് അല്ല, 2 നമ്പേഴ്സിൻ്റെ LCMും ആ 2 നമ്പേഴ്സിൻ്റെ HCFും മൾട്ടിപ്ലൈ ചെയ്താൽ ആ 2 നമ്പർ ഇൻറ്റു ചെയ്യുന്ന ആൻസർ ആയിരിക്കും എപ്പോഴും. ഫോർ എക്സാമ്പിൾ 6ൻ്റെ 8ൻ്റെ HCF 2 ആണ്, LCM 24 ആണ്. അത് 2 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ 48 ആണ്. അത് തന്നെയാണ് 6ഉം 8 കൂടി ഇൻറ്റു ചെയ്താൽ. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഒരു 3 ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 ക്വസ്റ്റ്യൻ വീതമാണ് ഓരോ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ LCM ആൻഡ് HCFിൽ. അടുത്തത് പെർസെൻറ്റേജിനകത്ത് ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കാം. ഫ്രാക്ഷനെ ഇൻറ്റു 100 ചെയ്താൽ മതി. ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നേക്കുന്നത്, കൺവേർട്ട് 1 3/4 ടു പെർസെൻറ്റേജ്. അപ്പോൾ 1 3/4നെ സാധാ ഫ്രാക്ഷൻ ആക്കുക. എങ്ങനെയാണ്? 1 × 4 + 3. അപ്പോൾ ന്യൂമറേറ്റർ 7/3 4. ഇവിടെ താഴെ ഏതാണോ അത് തന്നെ വേണം ഇവിടെ. അപ്പോൾ 7/4 ആണ് ഫ്രാക്ഷന്. 7/4 × 100 175% ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഇഫ് A ഈസ് 20% ഓഫ് C ആൻഡ് B ഈസ് 25% ഓഫ് C, then what percentage of A of B? അപ്പോൾ ഇവിടെ 3 നമ്പേഴ്സ് ഉണ്ട്, A, B, C. അപ്പോൾ മൂന്നാമത്തെ നമ്പറിനെ ബേസ് ചെയ്ത് A എന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്പറിൻ്റെ സിയുടെ 20%, B എന്ന് പറയുന്നത് സിയുടെ 25%. അങ്ങനെയാണെങ്കിൽ A ബിയുടെ എത്ര ശതമാനം എന്ന് വെച്ചാൽ ഇത് ഡിവൈഡ് ചെയ്താൽ മതി. 20/25 × 100. അപ്പം വെട്ടിക്കളയുമ്പോൾ 4/5 × 100, അതായത് 80% ആണ്. അടുത്തത്, ദ റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2%. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഏരിയ. നമുക്ക് സർക്കിളിൻ്റെ ഏരിയ അറിയാം, πr² ആണ്. അപ്പോൾ റേഡിയസ് 2% കൂടുകയാണെങ്കിൽ
അതിൻ്റെ ഏരിയ എത്ര ശതമാനം കൂടുന്നു. അപ്പോൾ അതിൻ്റെ ഇക്വേഷന് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100. ഇപ്പോൾ ഒരു ഒരു റെക്റ്റാങ്കിളിൻ്റെ ആണെങ്കിൽ ലെങ്ത് 3% കൂടി, ബ്രെഡ്ത്ത് 2% കൂടി, അങ്ങനെയാണെങ്കിൽ ഏരിയ എത്ര ശതമാനം കൂടും. അപ്പോൾ അവിടെ എക്സ് 3 വൈ 2 അങ്ങനെ ഡിസ്റ്റൻറ്റ് വരും. ഇവിടെ ഇപ്പം റേഡിയസ് എന്ന് പറഞ്ഞ ഒരു സാധനമേ ഉള്ളൂ. അപ്പോൾ എക്സും വൈയും രണ്ടും 2. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ 100 മൊത്തത്തിൽ പെർസെൻറ്റേജ്, അതായത് 2 പ്ലസ് 2 പ്ലസ് 2 × 2 ബൈ 100 ഇത് പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ 404/100 എന്ന് വെച്ചാൽ 4/1/2/25% എന്ന് ആൻസർ കിട്ടും. അപ്പോൾ പെർസെൻറ്റേജിലെ ഒരു 3 ക്വസ്റ്റ്യനാണ് അത്. അടുത്തത് ആവറേജിനകത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ 5 പ്രൈം നമ്പറിൻ്റെ ആവറേജ്. അപ്പം ആദ്യത്തെ 5 പ്രൈം നമ്പർ എന്ന് വെച്ചാൽ 2, 3, 5, 7, 11 ആണ്. അപ്പോൾ ആവറേജിൻ്റെ ബേസിക് ഇക്വേഷൻ എന്ന് വെച്ചാൽ സമ്മ ബൈ നമ്പർ, അതായത് ടോട്ടല് ബൈ നമ്പറാണ്. അപ്പോൾ 2, 3, 5, 7, 11 കൂടെ കൂട്ടുമ്പോൾ 28 കിട്ടുന്നത്. അപ്പോൾ 28/5 5.6 ആൻസർ. ഇനി ആവറേജ് ഓഫ് ഫസ്റ്റ് 81 നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ n നാച്ചുറൽ നമ്പറിൻ്റെ ആവറേജ് എന്ന് വെച്ചാൽ n+1/2 ആണ്. അപ്പോൾ ആദ്യത്തെ 81 നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ 81 + 1/2 82/2 41 എന്ന് പറയാം. ആവറേജ് ഓഫ് ഫസ്റ്റ് 40 ഈവൻ നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ n ഈവൻ നമ്പേഴ്സിൻ്റെ ആൻസർ n+1 ആണ് ആവറേജ്. അപ്പോൾ ആദ്യത്തെ 40 ആണെങ്കിൽ 40 + 1 41 എന്ന് പറയാം. ഇനി ജോമെട്രിക് മീൻ കാണാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ 5 നമ്പർ ഉണ്ടെങ്കിൽ ആ 5 നമ്പറൂടെ ഇൻറ്റു ചെയ്യുക, അതിൻ്റെ 5th റൂട്ട് കണ്ടുപിടിക്കുക. 3 നമ്പർ ആണെങ്കിൽ ആ 3 നമ്പറോട് ഇൻറ്റു ചെയ്യുക, ക്യൂബിക് റൂട്ട് കണ്ടുപിടിക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ 1-ൻ്റെയും 2-ൻ്റെയും 4-ൻ്റെയും ജോമെട്രിക് മീൻ. അപ്പം 1 × 2 × 4 ചെയ്യുക, അതിൻ്റെ ആൻസർ 8 ആണ്. 3 ആയതുകൊണ്ട് ക്യൂബ് റൂട്ട് 8-ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് വെച്ചാൽ 2 ആണ്. അപ്പോൾ 2 ആണ് ആൻസർ. 9ാമത്തെ ചോദ്യം. ദ ആവറേജ് ഓഫ് 6 numbers is 12. If new number is added to these, the new average is 11. Find the new number. നമ്മുടെ കയ്യിൽ 6 നമ്പർ ഉണ്ട്. ആ 6 നമ്പറിൻ്റെ ആവറേജ് 12 ആണ്. അപ്പോൾ 6 നമ്പറിൻ്റെ കൂടെ സം എന്തുമായിരിക്കും? 12 × 6 72 ആയിരിക്കും. നമ്മൾ 7ാമത്തെ ഒരാളെയും കൂടെ ചേർത്തു, എന്നിട്ട് മൊത്തത്തിൽ ആവറേജ് 11 ആയി. അപ്പോൾ 7 × 11 77 ആയി. അപ്പോൾ 6 നമ്പറിൻ്റെ സമ്മ് 72, 7 നമ്പറിൻ്റെ സമ്മ് 77. അപ്പോൾ 7ാമത്തെ നമ്പർ എന്തുമായിരിക്കും? 77 - 72 5 ആണ് ആൻസർ. അപ്പോൾ ആവറേജിനകത്തെ അതാണ്. അടുത്ത റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനകത്തെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2 നമ്പർ 2-ൻ്റെയും 3-യുടെയും തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് 2:3 = 3:x. അപ്പം തേർഡ് പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ ഇവിടുത്തെ നടുക്കത്തെ 2 ആൾ സെയിം ആയിരിക്കണം. 2:3 = 3:6. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തുവാ? എക്സ്ട്രീമായ 2x കൂടി ഇൻറ്റു ചെയ്യുന്നത് ഈക്വൽ ടു മീൻ 3 × 3 ആയിരിക്കും. അപ്പോൾ 2x = 9. x എന്ന് വെച്ചാൽ 9/2 4.5 എന്ന് പറയും. ഇനി മീൻ പ്രൊപ്പോർഷണൽ എന്ന് വെച്ചാൽ 2-ൻ്റെയും 3-യുടെയും മീൻ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ 2ഉം 3ഉം ആയിരിക്കും എക്സ്ട്രീം, നടുക്ക് x എഴുതും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് 2 × 3 എന്ന് പറയുന്നത് x × x. അപ്പോൾ x² 6. അപ്പോൾ x എന്ന് വെച്ചാൽ √6. ഇനി അടുത്ത 2 numbers are in the ratio 3:4. When 2 is added to both, the new ratio is 4:5. Find the number. അപ്പോൾ എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒറ്റ ഒരു റേഷ്യോ ഉള്ളെങ്കിൽ നമ്മൾ ആ ഇപ്പം 3:5 ആണെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ആ 2 നമ്പേഴ്സ് 3x എന്നും 5x എന്നും എഴുതുന്നത്. നമുക്ക് റേഷ്യോ എന്ന് പറയുന്നത് 5:7 ആണെങ്കിൽ 2 നമ്പർ 5x ഉം 7x എന്നുമാണ് നമ്മൾ എഴുതുന്നത്. ഈ ക്വസ്റ്റ്യനകത്ത് 2 റേഷ്യോ ആണ്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തേനെ x ഇടുക. അപ്പോൾ എന്തോ 3x ഉം 4x ഉം ആണ്. 2 ആഡ് ചെയ്യുക. അപ്പോൾ 3x + 2 ഉം 4x + 2. അതിൻ്റെ റേഷ്യോ 4:5 ആണ്.
അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 3x + 2 ബൈ 4x / 2 = 4/5 എന്ന് എഴുതുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x 2 എന്ന് കിട്ടും. x 2. അപ്പോൾ 3 × 2 6ഉം 4 × 2 8ഉമാണ് നമ്മുടെ നമ്പേഴ്സ്. ഓക്കെ. ഇനി ഇഫ് a ഈസ് ടു b എന്ന് വെച്ചാൽ 3 ഈസ് ടു 4ഉം b ഈസ് ടു c എന്ന് പറയുന്നത് 8 ഈസ് ടു 9ഉം ആണെങ്കിൽ a ഈസ് ടു b ഈസ് ടു c കണ്ടുപിടിക്കുന്നത് എന്താ വെച്ചാൽ ഇവിടുത്തെ ആദ്യത്തെ നമ്പർ ഇൻറ്റു ചെയ്യുക. അപ്പോൾ 3 × 8 24. അത് ഈസ് ടു ഇവിടുത്തെ രണ്ടാമത്തെ ഇവിടുത്തെ ഒന്നാമത്തെ. അപ്പോൾ 4 × 8 32. ഇനി അവസാനത്തെ 4 × 9 36. ഇതാണ് റേഷ്യോ. ഇതെല്ലാം കൂടെ നമുക്ക് 4 കൊണ്ട് വെട്ടിക്കളയാം. അപ്പം നമുക്ക് 6 എന്നും 8 എന്നും 9 എന്ന് കിട്ടും. അപ്പം അതിൻ്റെ റേഷ്യോ a ഈസ് ടു b ഈസ് ടു c എന്ന് വെച്ചാൽ 6 ഈസ് ടു 8 ഈസ് ടു 9. അപ്പം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷണൽ കഴിഞ്ഞു. അടുത്തത് പാർട്ണർഷിപ്പ്. എ ബി സി 3 പേര് ഇൻവെസ്റ്റഡ് ₹20,000, 50,000 ആൻഡ് 40,000. ഇപ്പം 3 പേര്, ഒരാൾ 20,000, ഒരാൾ 50,000, ഒരാൾ 40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അവരുടെ 3 പേരുടെയും കൂടെ പ്രോഫിറ്റ് 12,100 അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും കിട്ടിയ പ്രോഫിറ്റ് എന്താണ്? അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആടെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ ആടെ 20,000 ഇൻറ്റു 12,100 ബൈ ടോട്ടൽ എമൗണ്ട് 20,000 + 50,000 + 40,000. ഇനി ബിക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ബിയുടെ 50,000 ഇൻറ്റു 12,100 ബൈ ഇതിൻ്റെ സമ്മം. ഇനി സിയുടെ പ്രോഫിറ്റ് റേഷ്യോ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഷെയർ എന്ന് വെച്ചാൽ സിയുടെ 40,000 ഇൻറ്റു പ്രോഫിറ്റ് 12,100 ബൈ അതിൻ്റെ സമ്മം. അങ്ങനെ 2,200, 5,500, 4,400 എന്നാണ് കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എയും ബിയും സിയും 3 പേര് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇഫ് ദ റേഷ്യോ ഓഫ് ദെയർ പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അവരുടെ പീരീഡ്സ് എന്ന് വെച്ചാൽ ചിലവർ 1 മാസത്തേക്ക്, ചിലവർ 2 മാസത്തേക്ക്, ചിലർ 5 മാസത്തേക്ക്. അപ്പോൾ 1:2:5. ആൻഡ് ദെയർ പ്രോഫിറ്റ്സ് ആർ ഇൻ ദ റേഷ്യോ 3:4:5. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽസിൻ്റെ റേഷ്യോ ഒന്നുമില്ല, പ്രോഫിറ്റ് ബൈ പീരീഡ് അത് ഓരോന്നോരോ ചെയ്താൽ മതി. അപ്പോൾ 3/1 4/2 5/5. അപ്പോൾ 3:2:1 എന്ന് കിട്ടും. അടുത്ത 2 പേര് എ കോൺട്രിബ്യൂട്ട്സ് ₹1,200 ഫോർ 5 മാസം ആൻഡ് ബി കോൺട്രിബ്യൂട്ട്സ് ₹750 ഫോർ 4 മാസം. അവരുടെ 2 പേരുടെയും കൂടെ ടോട്ടൽ പ്രോഫിറ്റ് 450 രൂപയാണെങ്കിൽ ഓരോരുത്തരുടെയും ഷെയർ കണ്ടുപിടിക്കുക. അപ്പോൾ പ്രോഫിറ്റ് ഷെയർ ഓഫ് എ ആദ്യത്തെ ആടെ ഷെയർ എന്ന് വെച്ചാൽ 1,200 ഇൻറ്റു 5 ഇൻറ്റു 450 ബൈ ടോട്ടൽ എന്ന് വെച്ചാൽ എന്തോ 1,200 ഇൻറ്റു 5 പ്ലസ് 750 ഇൻറ്റു 4. കണ്ടോ? ഇനി ബിയുടെ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ബിയുടെ എന്തോ 750. അപ്പോൾ 750 ഇൻറ്റു 4 ഇൻറ്റു 450 ബൈ ഇത് 1,200 ഇൻറ്റു 5 പ്ലസ് 750 ഇൻറ്റു 4. മുമ്പേ ചെയ്ത ക്വസ്റ്റ്യനകത്ത് നമുക്ക് ആ പീരീഡ് ഇല്ല. അപ്പോൾ പീരീഡ് ചോദിക്കുകയാണെങ്കിൽ അതുകൂടി ഇൻറ്റു ചെയ്താണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയർ. അപ്പോൾ പാർട്ണർഷിപ്പിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് 16ാമത്തെ ചോദ്യം. ഇഫ് 11 oranges are bought for ₹10 and sold at 10 for ₹11. അതായത് 11 ഓറഞ്ച് 10 രൂപയ്ക്ക് വാങ്ങിച്ചു, 10 രൂപ വീതം. എന്നിട്ട് 10 ഓറഞ്ചുകൾ 11 രൂപ വീതം വിറ്റു. അങ്ങനെയാണെങ്കിൽ ഗെയിൻ പെർസെൻറ്റേജ് ആണോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണോ ആണെങ്കിൽ കണ്ടുപിടിക്കുക. നമ്മൾ നോക്കുമ്പോൾ എന്തോ 11 ഓറഞ്ച് 10 രൂപയെന്ന് വെച്ചാൽ മൊത്തം 110 രൂപയാണ്. ഇനി 10 ഓറഞ്ച് 11 രൂപയെന്ന് വെച്ചാൽ 110. അപ്പോൾ പ്രോഫിറ്റ് ലോസും ഒന്നും ഇല്ല എന്നാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. എന്നാൽ അങ്ങനെയല്ല ഇക്വേഷന്. ഇപ്പം നമ്മൾ എക്സ് വൈ ഇസഡ് ഡബ്ല്യു എന്ന രീതിയിൽ എഴുതുക. അപ്പോൾ അതിലെ എക്സ് എന്ന് വെച്ചാൽ 11, ഇവിടെ 10, ഇവിടെ 10, ഇവിടെ 11. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ ക്രോസ് മൾട്ടിപ്ലൈ എക്സ് ഡബ്ല്യു ബൈ ഇസഡ് വൈ
-1 × 100. ഇതാണ് ഇക്വേഷൻ, ഓർത്ത് വെക്കേണ്ടുന്ന ഒരു ഇക്വേഷനാണ്. അതനുസരിച്ച് 11 × 11 / 10 × 10 -1 × 100. അപ്പോൾ അത് 21% എന്നാണ് കിട്ടുന്നത്. അത് മനസ്സിലാക്കി പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ എല്ലാം അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇഫ് CP കോസ്റ്റ് പ്രൈസ് ₹200, ഹൗ മച്ച് ഷുഡ് ഹി സെൽ ഇറ്റ് ടു ഗെയിൻ 8%? ഗെയിൻ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ CP തന്നിട്ടുണ്ട്. അപ്പം മെയിൻ ഇക്വേഷൻ പഠിക്കുക. CP ഉണ്ട്, SP ഉണ്ട്. SP കൂടുമ്പോൾ പ്രോഫിറ്റ്, CP കൂടുമ്പോൾ ലോസ്. പ്രോഫിറ്റിൻ്റെ വേറൊരു പേരാണ് ഗെയിന്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ബൈ CP × 100. ലോസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ലോസ് ബൈ CP × 100 ആണ്. അത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ, CP ₹200, പ്രോഫിറ്റ് പെർസെൻറ്റേജ് 8%. ഇപ്പോൾ P/CP × 100 ആണ് 8. അതായത് P/200 × 100 ആണ് 8. അപ്പം P/2 ആണ് 8. അപ്പോൾ P 16 കിട്ടി. ഇനി നമുക്കറിയാം SP - CP ആണ് പ്രോഫിറ്റ്. അപ്പോൾ SP എന്ന് വെച്ചാൽ CP പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ 200 + 16 216. ഇനി ഇഫ് SP ഓഫ് 12 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു CP ഓഫ് 18 ആർട്ടിക്കിൾസ്, വാട്ട് ഈസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. 18 - 12 / 12 × 100 ആയിരിക്കും. ഇപ്പോൾ 18 - 12 6/12 × 100. അപ്പോൾ 50% എന്ന് കിട്ടും. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ. ഇനി വർക്ക് ആൻഡ് ടൈം. അടുത്ത ക്വസ്റ്റ്യൻ, A can finish a work in 6 days and B can finish in 12 days. How many days it take to finish if both A and B work together? അതായത് 2 പേരുണ്ട്. ആദ്യത്തെ ആൾക്ക് ഒരു ജോലി തീർക്കാൻ 6 ദിവസം എടുക്കും. രണ്ടാമത്തെ ആൾക്ക് ആ ജോലി തന്നെ തീർക്കാൻ 12 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ അവർ 2 പേരും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും? അതിന് ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, XY/X+Y. അപ്പോൾ 6 × 12 / 6 + 12 ചെയ്യുമ്പോൾ 4 ദിവസം എന്ന് കിട്ടും. അടുത്ത, ഇഫ് 10 persons can cut 20 trees in 3 days by working 12 hours a day, if in how many days can 24 persons cut 32 trees by working 4 hours a day? അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് 10 ആൾക്കാർക്ക് 20 മരം മുറിക്കാൻ 12 മണിക്കൂർ വീതമുള്ള 3 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 24 പേർക്ക് 32 മരം മുറിക്കാൻ 4 മണിക്കൂറുള്ള എത്ര ദിവസം വേണം? അപ്പോൾ ആദ്യത്തെ ആൾക്കാരെല്ലാം കൂടി ഇൻറ്റു ചെയ്യുന്നത് ഈക്വൽ ടു രണ്ടാമത്തെ ആൾക്കാർ ഇൻറ്റു ചെയ്യുന്നത്. അപ്പോൾ 10 × 200 × 3 × 12 ഈക്വൽ ടു 24 × 32 × 4 × അറിയാത്ത എക്സ് അല്ലെങ്കിൽ ഡി. ഇനി ആ ഡി കണ്ടുപിടിക്കാൻ വേണ്ടി ബാക്കിയെല്ലാം ഒരേ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ നമുക്ക് 6 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, A ഈസ് ത്രൈസ് ആസ് ഗുഡ് ആസ് B എന്ന് വെച്ചാൽ 2 ആൾക്കാരുണ്ട്, എയും ബിയും. അപ്പോൾ ബി ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടി ജോലി എ ചെയ്യും. ആൻഡ് ടേക്സ് 10 days ലെസ് ടു കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ദാൻ ബി ടേക്ക്. അപ്പോൾ 3 ഇരട്ടി ചെയ്യുന്നുണ്ട്. അതായത് ബി ജോലി ചെയ്യുന്നതിൻ്റെ 10 ദിവസം കുറവ് മതി എയ്ക്ക് ജോലി ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ബിക്ക് ആ വർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ KLA/K-1. അപ്പോൾ K എന്ന് വെച്ചാൽ എത്ര ഇരട്ടിയാണ്? 3. അപ്പോൾ 3 × L എന്ന് വെച്ചാൽ എത്ര ദിവസം? 10 /K-1 3 - 1. അപ്പോൾ 30/2 15 ദിവസം എടുക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ KLA/K-1 അത് വെച്ചാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പൈപ്സ് ആൻഡ് സിസ്റ്റേണിലെ ക്വസ്റ്റ്യൻസ്. 2 pipes A and B can fill a cistern in 20 and 30 minutes. അപ്പോൾ 2 പൈപ്പ് ഉണ്ട്. എയ്ക്ക് പൈപ്പ് നമ്പർ A അതിന് 20 മിനിറ്റ് എടുക്കും ഫില്ല് ചെയ്യാൻ. പൈപ്പ് ബിക്ക് 30 മിനിറ്റ് എടുക്കും.
ഇഫ് ബോത്ത് പൈപ്സ് ആർ ഓപ്പൺ സൈമൾട്ട്, രണ്ടും കൂടെ ഒന്നിച്ച് തുറന്നാൽ എത്ര സമയം എടുക്കുക? അപ്പോൾ എങ്ങനെയാ? അതും നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനാണ് XY/X+Y. അപ്പോൾ 20 × 30/20 + 30, അപ്പോൾ 12 മിനിറ്റ് മതി. അടുത്ത ക്വസ്റ്റ്യൻ, 1 fill pipe A is 10 times faster than the second fill pipe B. If B can fill a cistern in 55 minutes, then find the time when the cistern will be full if both fill pipes are open together. അതായത് 2 പൈപ്പ് ഉണ്ട്, ഒന്ന് മറ്റേതിൻ്റെ 10 ടൈംസ് ഫാസ്റ്ററായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അതിലെ ബിക്ക് ഫില്ല് ചെയ്യാൻ 55 മിനിറ്റ് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരൂടെ ചേർന്നാണ്. അപ്പം 55/10 + 1 ആണ് ഇക്വേഷൻ. 55/10 + 1, അതായത് 55/11, 5 മിനിറ്റ് മതി. അടുത്ത ചോദ്യം, എ പൈപ്പ് ക്യാൻ ഫിൽ ദ ടാങ്ക് ഇൻ 5 hours. ഫൈൻഡ് ദ പാർട്ട് ഓഫ് ടാങ്ക് ഫിൽഡ് ഇൻ 1 hour. അപ്പോൾ 5 hour വേണം ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ. അപ്പോൾ 1 മണിക്കൂറിൽ ആ ടാങ്കിൻ്റെ 1/5 പാർട്ട് ഫില്ല് ചെയ്യാൻ എടുക്കും. അത്രയാണ് അത്. അടുത്തത് സ്ട്രീം, ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ 3 ചോദ്യങ്ങൾ. എ ഷിപ്പ് സെയിൽസ് ടു എ സിറ്റി അറ്റ് എ സ്പീഡ് ഓഫ് 15 miles/hour ആൻഡ് സെയിൽസ് ബാക്ക് ടു സെയിം പോയിന്റ് അറ്റ് 30 miles/hour. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? അപ്പോൾ അങ്ങോട്ട് പോകാൻ 15 miles/hour എടുത്തു സ്പീഡ്, ഇങ്ങോട്ട് വരാൻ 30 എടുത്തു. അങ്ങനെയാണെങ്കിൽ ആവറേജ് എത്രയാണ്? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ, ആദ്യത്തെ ആൾ എക്സും രണ്ടാമത്തെ ആൾ വൈയും ആണെങ്കിൽ 2xy/x+y. മുമ്പേ എന്തുമായിരുന്നു? മുമ്പേ നമ്മൾ xy/x+y ആണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായതുകൊണ്ട് ഒരേ ദൂരം അങ്ങോട്ട്, ആ ദൂരം തന്നെ ഇങ്ങോട്ട്, അപ്പോൾ 2 times വരും. അപ്പോൾ 2 × 15 × 30, 15 30 /15 + 30. അപ്പോൾ അത് ചെയ്യുമ്പം 20 miles/hour എന്ന് കിട്ടും. അടുത്ത 26ാമത്തെ ചോദ്യം, എ ട്രെയിൻ 600 meter long crosses a pole in 9 seconds. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രെയിൻ ഇൻ km/h? അപ്പോൾ നമുക്ക് m/s തന്നെ അതിനെ km/h ആക്കണം. അതിനുള്ള ഇക്വേഷൻ പഠിക്കണം. 18/5 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പം m/s നെ km/h ആക്കാൻ വേണ്ടി 18/5 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ട്രെയിനിൻ്റെ ദൂരം 600 മീറ്റർ, ടൈം 9 സെക്കൻഡ്. അപ്പോൾ സ്പീഡ് നമുക്ക് ഡിസ്റ്റൻസ് ബൈ ടൈം, അപ്പോൾ 600/9 ആണ്. അതിൻ്റെ കൂടെ 18/5 കൂടെ ചെയ്യും. അങ്ങനെ 240 km/h എന്ന് കിട്ടും. അടുത്ത ചോദ്യം, 2 trains of length 110 meter and 90 meter are running on parallel lines in the same direction with a speed of 35 km/h and 40 km/h respectively. In what time will they pass each other? അതായത് 2 അടുത്തടുത്തുള്ള പാളത്തിൽ 2 ട്രെയിൻ, ആദ്യത്തേൻ്റെ നീളം 110 മീറ്റർ, രണ്ടാമത്തേൻ്റെ നീളം 90 മീറ്റർ. ആദ്യത്തത് 35 km/h പോകുന്നു, രണ്ടാമത്തത് 40 km/h പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്താണ് രണ്ടും കൂടെ ഒന്നിച്ച് പാസ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ 110 × 90/40 - 35 ആണെന്ന് ഓർക്കുക. അപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ്സുമാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ഇത് മീറ്ററും സെക്കൻഡിലുമാണ്, അത് km/h ആക്കാൻ വേണ്ടി 18/5 കൊണ്ട് ഇൻറ്റു ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ 144 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി ആ ബോട്ട് ആൻഡ് സ്ട്രീമിൻ്റെ ബാക്കി. എ ബോട്ട് ഈസ് റോഡ് ഡൗൺ എ റിവർ 40 km in 5 hours ആൻഡ് അപ്പ് എ റിവർ 21 km in 7 hours. ഫൈൻഡ് ദ സ്പീഡ് ഓഫ് ദ ബോട്ട് ആൻഡ് റിവർ. അപ്പം നമുക്ക് അപ്പ് സ്ട്രീം 40 km in 5 hours എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പ് സ്ട്രീം സ്പീഡെന്ന് വെച്ചാൽ 40/5 8 km/h എന്ന് കിട്ടും. ഡൗൺ സ്ട്രീം അപ്പ് സ്ട്രീം 21/7 3 km/h എന്ന് കിട്ടും. അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് എന്ന് വെച്ചാൽ ഡൗൺ സ്ട്രീം സ്പീഡും അപ്പ് സ്പീഡൂടെ കൂട്ടി അത് /2. റിവർ ആണെങ്കിൽ അത് മൈനസ് ചെയ്തിട്ട് /2. അപ്പം ബോട്ടിൻ്റെ ആണെങ്കിൽ പ്ലസ് ചെയ്തിട്ട് /2, ഏതാ അപ്പ് സ്ട്രീം സ്പീഡും ഡൗൺ സ്ട്രീം സ്പീഡോട്
പ്ലസ് ചെയ്തിട്ട് ബൈ 2 ആണ് ബോട്ടിൻ്റെ സ്പീഡ്, മൈനസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് റിവറിൻ്റെ സ്പീഡ്. ആ രീതിയിൽ സ്പീഡ് ഓഫ് ബോട്ട് 5.5 km/h റിവറിൻ്റെ സ്പീഡ് 2.5 km/h എന്ന് കിട്ടും. അടുത്ത ചോദ്യം, എ മാൻ ക്യാൻ റോ 6 km/h ഇൻ സ്റ്റിൽ വാട്ടർ ഇഫ് ദ റിവർ ഈസ് റണ്ണിങ് അറ്റ് 2 km/h, it takes him 3 hours to row to a place and back. How far is the place? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഓർക്കുക. ഒരു മനുഷ്യൻ സ്റ്റിൽ വാട്ടറിനകത്ത് 6 km/h സഞ്ചരിക്കാം. റിവറിൻ്റെ സ്പീഡ് 2 km/h ആണെങ്കിൽ 3 അവർ എടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എത്ര ദൂരമാണെന്ന് ചോദിച്ചാൽ t × x² - y² / 2x ആണ്. ഇപ്പോൾ t ആണ് അവിടുത്തെ സമയം 3, x 6, y 2 ആണ്. അപ്പോൾ x² - y² എന്ന് വെച്ചാൽ 36/4 / 2x 2 × 6. അപ്പോൾ അത് ചെയ്യുമ്പം 8 km എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത ചോദ്യം, ദ സ്പീഡ് ഓഫ് എ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 20 km/h ഇഫ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ഈസ് 4 km/h. ഫൈൻഡ് ഔട്ട് ദ ഡൗൺ സ്ട്രീം ആൻഡ് അപ്പ് സ്ട്രീം. അപ്പം ബോർഡിൻ്റെ സ്പീഡ് എക്സ് 20 km/h, സ്ട്രീമിൻ്റെ സ്പീഡ് 4 km/h, അത് y ആണ്. അപ്പോൾ ഡൗൺ സ്ട്രീം എന്ന് വെച്ചാൽ അതിൽ കൂട്ടുക, ഡൗൺ കൂട്ടുക, അപ്പ് കുറയ്ക്കുക, x + y 20 + 4 24 km/h. അപ്പ് സ്ട്രീം എന്ന് വെച്ചാൽ മൈനസ് ചെയ്യുക, അപ്പോൾ 20 - 4 16 km/h എന്ന് കിട്ടും. ഇനി ഒരു ചാപ്റ്റർ കൂടെ നമുക്കുള്ളൂ, അതിനകത്തെ 3 ചോദ്യങ്ങൾ. അത് അലിഗേഷൻ, ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെടുന്ന 3 ചോദ്യം നമുക്ക് നോക്കാം. ഹൗ മച്ച് വാട്ടർ ബി ആഡഡ് ടു 14 ലിറ്റർ ഓഫ് മിൽക്ക് വർത്ത് 5.40 rupees/liter സോ ദാറ്റ് ദ വാല്യൂ ഓഫ് ദി മിക്സ്ചർ മേ ബി ₹4.20/liter. അതായത് പാലിന് 1 ലിറ്ററിന് 5 രൂപ 40 പൈസ വീതമാണ്. അതിനകത്ത് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് 4 രൂപ 20 പൈസ പെർ ലിറ്റർ എന്ന രീതിയിൽ വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വാട്ടർ ഈസ് ആഡഡ്? അപ്പോൾ ഇങ്ങനെ നോർത്ത് മതി കേട്ടോ. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ വാട്ടർ, മിൽക്ക്, അപ്പം രൂപ, മിൽക്കിൻ്റെ രൂപ 540 പൈസ, വാട്ടറിന് പ്രത്യേകിച്ച് രൂപയില്ല, അപ്പോൾ 0 എന്ന് എടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് എത്ര രൂപ വേണം? 420 പൈസയാണ് വേണ്ടത്. അപ്പോൾ ഇത് മൈനസ് ചെയ്യുക, 540 - 420 ചെയ്യുമ്പോൾ 120. ഇവിടെ 420 0 ആയതുകൊണ്ട് 420. ഇത് 0 0 വെട്ടി 12 42 6 കൊണ്ട് വെട്ടുമ്പോൾ 2:7. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് വെച്ചാൽ 2:7 ആണ്. ഇനി 14 ലിറ്ററിനാണ്, 7 ലിറ്ററിനാണെങ്കിൽ 2 ലിറ്റർ വെള്ളം, അപ്പോൾ 14 ലിറ്ററിനാണെങ്കിൽ 4 ലിറ്റർ വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ബോക്സ് വരച്ചാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അടുത്ത ചോദ്യം, ഇൻ വാട്ട് പ്രൊപ്പോർഷൻ മസ്റ്റ് എ ഗ്രോസർ മിക്സ്ഡ് ഷുഗർ അറ്റ് ₹12 a kilo ആൻഡ് ₹7 a kilo സോ ആസ് ടു മേക്ക് എ മിക്സ്ചർ വർത്ത് 8 rupees/kilo എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഷുഗർ, ഒന്ന് കിലോയ്ക്ക് 12 രൂപ, ഒന്ന് കിലോയ്ക്ക് 7 രൂപ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പുതിയ മിക്സ്ചർ 8 രൂപ/kilo അനുസരിച്ച് വിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടെ ഏത് പ്രൊപ്പോർഷനിലാണ് മിക്സ് ചെയ്യേണ്ടത്? മുമ്പേ പറഞ്ഞ രീതി വരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ 12 രൂപയുടെ 7 ഉണ്ട്, അപ്പോൾ 12ഉം 7ഉം എടുത്തു. എത്രനാണ് വിൽക്കുന്നത്? 8. അപ്പോൾ 12 - 8 ഇവിടെ 4 എന്ന് എഴുതി, ഇവിടെ 7 8 ആണ്. അപ്പോൾ 8 - 7 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 1:4 ആണ് റേഷ്യോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനോട് നമുക്ക് നോക്കാം. 300 gram ഓഫ് ഷുഗർ സൊല്യൂഷൻ ഹാസ് 40% ഓഫ് ഷുഗർ ഇൻ ഇറ്റ്. ഹൗ മച്ച് ഷുഗർ ഷുഡ് ബി ആഡഡ് ടു മേക്ക് ഇറ്റ് 50% ഇൻ ദ സൊല്യൂഷൻ? അതായത് 300 ഗ്രാമുള്ള ഒരു ഷുഗർ സൊല്യൂഷനകത്ത് 40% മാത്രമേ ഉള്ളൂ ഷുഗർ. എന്ന് വെച്ചാൽ 300 ഗ്രാമിനകത്ത് 40% എന്ന് വെച്ചാൽ 40/100 × 300 ചെയ്താൽ മതി. അപ്പോൾ 120 ഗ്രാമാണ് ഷുഗറുള്ളത്. ഇനി ഇത് 50% ആക്കാൻ, 40% ആക്കാനാണ് നമ്മൾ 120. അപ്പോൾ 50% ആകാൻ എത്ര ഷുഗർ കൂടെ ആഡ് ചെയ്യണം? അപ്പോൾ 50% വേണ്ടി 120 + x / 300/x + x. ഈ 300 120 എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 60 ഗ്രാം കൂടെ ആഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 11 ചാപ്റ്ററാണ് MDC ഫസ്റ്റ് സെമ്മിലുള്ളത്. ഓരോ ചാപ്റ്ററിലെ 3 ചോദ്യം.
അപ്പം 11 × 3 33 ചോദ്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത്. ഇനിയും 100 കണക്കിന് ക്വസ്റ്റ്യനുകൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങളതെല്ലാം ചെയ്ത് പഠിക്കണം. അപ്പം MDC മാത്സ് വളരെ ഈസിയാണ്. അപ്പോൾ അത് നല്ല വൃത്തിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.